ഹായ് മച്ചന്മാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഇലക്ട്രിക്കലൊന്നായിട്ടല്ല വന്നിട്ടുള്ള ചെറിയൊരു പരീക്ഷണമായിട്ടാണ്. അപ്പോൾ ഹോട്ട് ആൻഡ് കൂൾ വാട്ടർ സെറ്റ് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ. അപ്പോൾ നമ്മളതിൽ പെൽറ്റിയറും 2 വാട്ടർ ബ്ലോക്ക് കൂളറും ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ അതൊരെണ്ണം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേപോലെ ബേബി വീട്ടിയുടെ 2 പാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ മുന്നേ തന്നെ 2 മോട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3.7 മോട്ടർ 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹോൾ അടിച്ചിട്ട്. പെൽറ്റിയറിൻ്റെ കൂളിംഗ് സൈഡ് ഇതാണ് ഹീറ്റിംഗ് സൈഡ്. അപ്പോൾ ലെറ്ററിങ്ങുള്ള ഭാഗമാണ് കൂളിംഗ് സൈഡ് വരുന്നതിൻ്റെ. അപ്പോൾ അതിന് പ്ലസും മൈനസും കറക്റ്റ് 12 വോൾട്ട് പ്ലസും മൈനസും റെഡും അതിന് ബ്ലാക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതേപോലെ നമ്മൾ തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മളിതിന് കൂളിങ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ മീതെ ഹീറ്റിംഗ് കോമ്പൗണ്ട് സെറ്റ് ചെയ്യാണ്. ഹീറ്റിംഗ് കോമ്പൗണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വാട്ടർ ബ്ലോക്ക് കൂളറിൻ്റെ മീതെയാണ് സെൻറ്ററിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സൈഡ് കൂളിനുള്ളതും ഒരു സൈഡ് ഹീറ്റിനുള്ളതും. അപ്പോൾ ഈ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് നേരെ ഈ പാത്രത്തിലേക്ക് വീണ്ടും ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സൈഡ് കൂളുള്ള ഭാഗത്തെ വെള്ളം കയറി വരും, അതേപോലെ ഹീറ്റുള്ള ഭാഗത്തെയും വെള്ളം മറ്റേ പാത്രത്തിലേക്ക്, അങ്ങനെ 2 പാത്രത്തിലേക്കും, ഒരു പാത്രത്തേക്ക് ചൂടുവെള്ളവും ഒരു പാത്രത്തേക്ക് തണുത്ത വെള്ളവും കൂടിയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു റെഗുലേറ്റർ ഐ സി ഒക്കെ വെച്ചിട്ട് തെർമോസ്റ്റാറ്റിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഗുലേറ്റർ ഐ സി നമ്മളില്ലാത്ത കാരണം നമ്മൾ ഒരു 4 വോൾട്ട് ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ വയർ ടൈ ഉപയോഗിച്ച് 2 വയർ ടൈ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ നീളത്തിലുള്ള നമ്മളതിലില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇതേപോലെ 2 വയർ ടൈ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടാണ് പെൽറ്റിയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അധികം ലെങ്ത് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ അധികം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഹോളൊക്കെ തുളച്ചിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിലിടാൻ പറ്റിയ മോട്ടറാണ്. അപ്പോൾ തുളയ്ക്കണം എന്നില്ല, അതിലിട്ടാലും മതി. അപ്പോൾ നമ്മളതിനുള്ള വെള്ളം എടുക്കാനുള്ള കാര്യത്തിനൊക്കെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് വെറുതെ ഒരു പരീക്ഷണം എന്നുള്ളൊരു ഇതിൽ സെറ്റ് ചെയ്താണ്. അപ്പോൾ ഹോളൊക്കെ അടിച്ചിട്ട് ഇതേപോലെ നമ്മൾ 2 പൈപ്പും സെറ്റ് ചെയ്തു. അപ്പോൾ ഒരെണ്ണം കൂളിനുള്ളത് ഒരെണ്ണം ഹീറ്റിനുള്ളതായിട്ട് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഞാനിതേപോലെ ഇലക്ട്രിക് പരമായിട്ടുള്ള ഓരോ പരിപാടികളും അതുപോലെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുള്ളതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്, നമ്മൾ തെർമോസ്റ്റാറ്റിലേക്ക്. അപ്പോൾ ഇതേപോലെ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു സോക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വയറും കൂടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ പിന്നും സോക്കറ്റും കൂടിയിട്ടാണ് വരുന്നത്. മെയിലും ഫീമെയിലും വരുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മളതിൽ വയർ ഒരെണ്ണം പോസിറ്റീവിൽ കൊടുക്കുകയാണ്. അതിൽ നിന്ന് തന്നെ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ K0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ഷനിലേക്കാണ് പിന്നെ അതിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ പെൽറ്റിയറിൻ്റെ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കുന്ന K1 എന്നുള്ളൊരു കണക്ഷനിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതിലേക്ക് കൊടുത്താലും കുഴപ്പമില്ല, K0ലേക്ക് കൊടുത്താലും K1ലേക്ക് കൊടുത്താലും ഒക്കെ സ്വിച്ചിങ് ആണ് വർക്കിംഗ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കൊടുക്കാം. നമുക്ക് 2-3 പെൽറ്റിയറൊക്കെ വെച്ച് നല്ല വലിയ സാധനം ഇതേപോലത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂളും അതേപോലെ ഹീറ്റ് ആയിട്ടുള്ള വാട്ടർ തന്നെയുള്ള സാധനം നമുക്ക് വലുതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു തെർമോക്കോളിൻ്റെ ബോക്സിൻ്റെ ഉള്ളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അതേപോലെ തണുപ്പൊന്നും പുറത്തേക്ക് പോവില്ല. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് ആകുമ്പോൾ പുറമെന്നുള്ള ചൂടും കാര്യങ്ങളൊക്കെ പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറി പിടിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ ഫുൾ ടൈം നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും സാധനം, കുറേ നേരം വർക്ക് ചെയ്യും. അപ്പോൾ അധികം നേരം പെട്ടെന്ന് കറണ്ട് കൂടുതൽ എടുക്കാണ്ട് നമ്മൾ തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അധികം എടുക്കില്ല. അപ്പോൾ നമ്മൾ 2 പാത്രത്തിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡോട്ട് ഒരു ചുവന്ന പോലെ ഒരു ഡോട്ട് കാണുന്നിടത്താണ് നമ്മൾ മോട്ടർ ഹോൾ അടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട് തള്ളണത് നേരെ മീതെ കൂടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 4 വോൾട്ട് ബാറ്ററിയിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്നിപ്പോൾ മോട്ടർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി കേൾക്കാം. അപ്പോൾ 2ലും വെള്ളം കറക്റ്റായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായി. അപ്പോൾ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയപ്പോൾ 2ലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലത്തെ ചൂടുള്ള സൈഡ് കൂടെ കയറിയിട്ട് വെള്ളം നേരെ ഒരു പാത്രത്തിലേക്ക് വലിക്കണ പാത്രത്തിലേക്ക് തന്നെയാണ് വരിക. അതേപോലെ കൂളിൻ്റെയും അതേപോലെ അടിയിൽ നിന്ന് വലിച്ചിട്ട് നേരെ ആ പാത്രത്തിലേക്ക് തന്നെ വരും. അപ്പോൾ അതിങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം കറക്റ്റായിട്ട് പാത്രത്തിൽ കൂളും അതേപോലെ ഹീറ്റും ഓരോ പാത്രത്തിൽ ഒരു പാത്രത്തിൽ കൂളും ഒരു പാത്രത്തിൽ ഹീറ്റായിട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ അതിലിട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ചൂടിൻ്റെ കാര്യം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഇൻക്യുബേറ്ററിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നതാണ്. 37.8 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത്. ഹീറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിൽ ചൂടാവണ വെള്ളത്തിലാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചൂടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 37.2 അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചൂടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി കൂളിൻ്റെ ഭാഗം നോക്കി നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് 37.8 ഇപ്പോൾ ഓഫായി, തെർമോസ്റ്റാറ്റ് ഓഫായി കറക്റ്റായിട്ട്. അപ്പോൾ അതിൻ്റെ പെൽറ്റിയറിലേക്കുള്ള കണക്ഷൻ കട്ടായിട്ടുണ്ട്. നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ ഇതേപോലെ റെഗുലേറ്റർ ഐ സി വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മോട്ടർ ഓഫ് ആവും. അപ്പോൾ അധികം കറണ്ട് എടുക്കില്ല. കറക്റ്റ് ഫ്രിഡ്ജ് വർക്ക് ചെയ്യണ പോലെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക സാധനം. പിന്നെ അതുപോലെ തെർമോസ്റ്റാറ്റ് വെച്ചാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് കൂള് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുവെള്ളം ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് തണുത്ത വെള്ളം നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാം. 2 കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട്. അപ്പോൾ 2-3 പെൽറ്റിയറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല വലുത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതേപോലത്തെ സാധനം.
അപ്പോൾ കൂളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂള് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഹോട്ട് എന്നുള്ളത് കൂളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിതിൽ ലിങ്ക് വെക്കേണ്ട വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കയറി കാണാൻ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. കറക്റ്റായിട്ട് അറിയാത്തവർക്ക് അറിയണവർ കയറി കാണണ്ട. അപ്പോൾ ഇതേപോലെയാണ്. അപ്പോൾ ചൂടുവെള്ളം നമ്മൾ ചുവപ്പ് മൂടിയും അതുപോലെ തണുത്തത് പച്ചമൂടിയാണ്. നമുക്ക് ഇതേപോലത്തെ 2 പാത്രമാണ് കിട്ടിയത്. അപ്പോൾ നമ്മളതിലാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 19ആണ് വെച്ചിട്ടുള്ളത്, 19 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 19 ഡിഗ്രി ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓഫ് ആവും. അപ്പോൾ കൂളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 19.6 19.5 ഒക്കെ ആയിട്ടുണ്ട്. ഇനി 19 ആകുമ്പോൾ കറക്റ്റായിട്ട് അത് ഓഫ് ആവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഓരോ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പുതിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് വരും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.